ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജേണൽ ഫ്ലിപ്പ് ത്രൂ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി കാത്തിരിക്കുന്ന ഈ ജേണൽ ഡയറി ഒന്ന് തീർന്നു കിട്ടാൻ. അപ്പം മാനിഫെസ്റ്റ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞ ഈ ഒരു ജേണൽ ഡയറിയാണ് കേട്ടോ. ഞാൻ ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 6 month ആയി കാണും ഈ ഒരു ജേണൽ ഡയറി തുടങ്ങിയിട്ട്. ആദ്യം തന്നെ ഞാൻ വിൻറ്റേജിൽ വെച്ചാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ജേണൽ ഞാൻ ചെയ്യുന്നത് ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. സ്കൂളിൽ PT പീരീഡിൽ കൊണ്ടുപോയി ചെയ്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ മാത്രം ജേണലൊന്നും അല്ല, ഇതെൻ്റെ ഫ്രണ്ട്സ് എന്നെ സഹായിച്ചിട്ടും ഫ്രണ്ട്സിൻ്റെ നിന്ന് എടുത്തിട്ടുള്ള കുറേ സപ്ലൈസും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജേണൽ ഡയറി തീർന്നിട്ട് കുറേ നാളായെങ്കിലും ഇപ്പോഴാണ് ഒരു ഫ്ലിപ്പ് ത്രൂ ഒക്കെ എടുക്കുന്നത് കേട്ടോ. കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ജേണൽ ഡയറി ഉണ്ടല്ലോ, അപ്പോൾ അതിനെ ഫ്ലിപ്പ് ത്രൂ ആക്കി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബേഴ്സൊന്നും കൂട്ടുക കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തിട്ട് വേണം ഈ വീഡിയോസൊക്കെ കാണാൻ. ഇതിൽ കുറേ ക്രാഫ്റ്റ് ഐഡിയാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ കൂട്ടി 200 എത്രയോ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചാനലിൽ. പക്ഷേ അങ്ങനെ വ്യൂസൊന്നും ഇല്ല, എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ജേണൽ ഡയറിയാണ്. അപ്പോഴത്തെ ഒരു ആക്രാന്തത്തിനാണ് ഞാൻ ഈ ഒരു ജേണൽ ഡയറി തുടങ്ങിയത്. എന്നാൽ ഇത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അടുത്ത ജേണൽ ഡയറിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ജേണൽ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അടുത്ത ജേണൽ ഡയറിയൊക്കെ തുടങ്ങി. പിന്നെ ഈ ഒരു ജേണൽ ഞാൻ ചെയ്യുന്നത് നമ്മളുടെ ഒരു കളറിങ് ബുക്കിൽ നിന്ന് പേപ്പർ എടുത്തിട്ടാണ്. അത്രയും വലിയ കളർ ബുക്കായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. അത് കളർ ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ ജേണലിലെടുത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ പാരഷൂട്ടൊക്കെ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതൊരു വാലൻറ്റൈൻസ് ഡേ ജേണലാണ് കേട്ടോ. ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞാണ് ഗിഫ്റ്റ് ഡേയുടെ ജേണൽ ഞാൻ ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരിയുടെ അത് കണ്ട് ചെയ്തതാണ്. പിന്നെ ഞാനിപ്പോൾ മറിക്കണത് ബാഡ് ലിപ്സ് എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരി എഴുതിയതാണത്. അവളുടെ ലിപ്സാണത്. ആ റെഡ് കളറിലുള്ള എൻ്റെ ലിപ്സും ആ പിങ്ക് പോലത്തെ കളറിലുള്ള അവളെ ലിപ്സുമാണ്. അതുകൊണ്ടാണ് അവളുടെ ലിപ്സിൻ്റെ അവിടെ ബാഡ് ലിപ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ ജേണൽ ഡയറി തുറന്നപ്പോൾ. അവളെപ്പോഴും എടുത്തിട്ട് ഇതാക്കിയതാണ് കേട്ടോ എഴുതിയത്. പിന്നെ ആ 26 എൻ്റെ ബർത്ത്ഡേ ജേണലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ജേണൽ എനിക്ക് ഭയങ്കര ഈസ്തറ്റിക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് പ്രത്യേകം നോക്കി വെച്ച് കാണിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ടെക്സ്റ്റിൽ നിന്ന് എടുത്ത കട്ടിങ്സൊക്കെയാണ് ഇതിലൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം ജേണൽ സപ്ലീസ് ഉണ്ടെങ്കിൽ ചെയ്യും. എനിക്ക് ഈ ജേണൽ സപ്ലീസ് ഉണ്ടാക്കണ ഇഷ്ടമില്ല. കിട്ടിയാൽ എനിക്ക് ജേണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വാങ്ങിയ സപ്ലീസിനെക്കാട്ടി എനിക്ക് ജേണൽ ചെയ്യാൻ ഇഷ്ടം ഈ ഒരു ഉണ്ടാക്കിയ സപ്ലീസിലാണ്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാരീസൊക്കെ ഉണ്ടാക്കി തരുന്നതാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. ആ പൈസ ഒട്ടിച്ചതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആ ജേണലിൽ. ഇത് ലവിങ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഒരു ഈസ്തറ്റിക് ജേണൽ എൻ്റെ ക്യൂട്ടായിട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂപ്പർ എന്നൊക്കെ ഇതിൽ കാണിക്കുന്നത്. ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ സൂപ്പർ ജേണലൊക്കെ. ഇത് കല്യാണ ലെറ്റർ എന്നും പിന്നെ ഇത് ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പർ എന്നൊക്കെ എടുത്തതാണ്. പിന്നെ ഈ ഒരു ഇത് സ്പേസ് ജേണലാണ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ജേണൽ, ഡയറി മിൽക്ക് ജേണൽ, സിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ജേണലാണ്. നമ്മൾ ഫെറാറി റോഷറിൻ്റെയും കിൻഡർ ജോയിൻ്റെയും കാഡ്ബറിയുടെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ജേണലാണ്. എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത മൈ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്ത ഒരു ജേണലായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജേണലാണ്. അതിനനുസരിച്ചുള്ള സ്റ്റിക്കറും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ വെച്ച് ഞാൻ ജേണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു സ്കൈ തീമിലെ ജേണലാണ്. ഇത് അത്യാവശ്യം ഓക്കെയാണ്, പക്ഷെ എനിക്ക് അങ്ങോട്ട് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ഒരു കളർ പേപ്പർ എനിക്ക് കറക്റ്റായിട്ടുള്ളത് കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ജേണൽ കുഴപ്പമില്ല, കുറച്ച് ജേണലേ നമ്മൾ 2 പേജൊക്കെ വെച്ച് ചെയ്തോളൂ. ഇതൊരു ഈസ്തറ്റിക് ജേണലാണ് കേട്ടോ. ഈ റൈറ്റിങ്സൊക്കെ വരുന്നതുകൊണ്ട് ഈ റൈറ്റിങ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് എന്നായിരുന്നു. SS എന്നോ ഇംഗ്ലീഷെന്നോ എന്തോ ആണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഗ്രേ ജേണലൊക്കെ കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് അത് നമ്മൾ പെട്ടെന്നൊന്നും ചെയ്യാറില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ഫാൻറ്റസി തീമിലൊരു ജേണലാണ്. എനിക്ക് മറ്റേ എന്തൊരു ഫാബ്രിക് കാസ്റ്റലിൻ്റെ കളർ പെൻസിൽ വാങ്ങിയപ്പം കിട്ടിയതാണ് ആ ഒരു കൊട്ടാരമില്ലി ആ ഒരു സംഭവം. അത് കഴിഞ്ഞ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജേണലാണ്. ആ ഒരു ഗ്രിഡ് ലൈൻ വരുന്ന എല്ലാം നല്ല രസമുള്ള ജേണലാണ്. അത് കഴിഞ്ഞ്
ഇതിൻ്റെ ആ ലാവൻഡറിൻ്റെ സ്റ്റാമ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും നല്ല ഭംഗിയുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം എൻ്റെ കലാവിരുന്നല്ല, എൻ്റെ കൂട്ടുകാരികൾ തന്നിട്ടുള്ളതും അവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ജേണലാണ്. ഇത് ജംഗിൾ ജേണലായിരുന്നു നേരത്തെ കാണിച്ചിട്ടുള്ളത്. ഇതെനിക്ക് കൂടുതൽ സ്പെഷ്യലാക്കാൻ വേണ്ടി നോക്കിയതാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബ്ലാക്ക് ജേണൽ, അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷം ചെയ്തുകൊണ്ട് തന്നെ പിന്നെ കുറേ നാൾ ഞാൻ അലമാരയ്ക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂപ്പലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്കിലായതിൻ്റെ അടുത്ത് കാണിക്കാനും പറ്റി. പിന്നെ അത് മായ്ക്കാനൊക്കെ നോക്കി, പക്ഷെ അത് പറ്റിയില്ല. പിന്നെ ഈ ഒരു ജേണൽ എനിക്ക് അത്രയ്ക്കും സ്പെഷ്യലാണ്. കാരണം അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ ഇതിൽ പറയുന്നില്ല. അതൊരു ഓറഞ്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഒരു ജേണൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള ജേണൽ. ഇടയ്ക്കുള്ളതൊക്കെ ആത്തൂൻ്റെയൊക്കെ കലാവിരുന്നാണ്, ഇടയ്ക്ക് കുളമാക്കി വെച്ചിരിക്കുന്ന പടമൊക്കെ. പിന്നെ നേച്ചർ ജേണൽ, ഇത് നല്ല ഈസ്തതിക്കാനും മിനിമലൈസ്ഡ് ജേണലാണ് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ട ജേണലാണ്. ഇത് വലിയ കൊള്ളൂല ഗീസ്. അത് കഴിഞ്ഞ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ജേണലാണ്, ഈസ്തറ്റിക് ജേണലായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വിൻറ്റേജ് ജേണൽ, ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ടെക്സ്റ്റ് എന്നൊക്കെ എടുത്ത പിക്ചർ വെച്ചിട്ട്. ഇതൊക്കെ നമുക്ക് നോട്ട്ബുക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് കീറിയെടുത്തതാണ്. ആ ഒരു നല്ല ഈസ്തറ്റിക് സംഭവമൊക്കെ എനിക്ക് കേട്ടോ. അപ്പം ആ ഒരു സാധനമൊക്കെ വെച്ച് ജേണൽ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ജേണൽ, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കൊച്ചിന് കാണുന്നില്ലേ, അതെന്തോ പൗച്ചെന്തോ വാങ്ങിയപ്പോൾ അതിൻ്റെ കവറിലിരുന്നതാണ്, അത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ജേണലാണ്. പണ്ടത്തെ ജേണൽ റിക്കവർ ചെയ്തെടുക്കാൻ നോക്കിയതാണ്, പിന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സാധനം നല്ല ഇഷ്ടപ്പെട്ടു, കാരണം ഈസ്തറ്റിക്കാണ്. ഈ വാഷി ടാപ്പൊക്കെ വരുന്നത് ഭയങ്കര ഈസ്തറ്റിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇതും ഫാബ്രിക് കാസ്റ്റിലൂടെ കിട്ടിയ കേസ്റ്റിലാണ് ആ ഒരു സംഭവം. അത് കഴിഞ്ഞ് ഈ ഒരു ജേണൽ, ഇത് ഞാൻ സ്കൂളിൽ ഇരുന്ന് ചെയ്തതാണ്. ഇതിൽ മിക്ക സ്കൂളിൽ ഇരുന്ന് ചെയ്യുന്നതാണ്, ഫ്രീ പീരീഡ് അല്ലെങ്കിൽ ആർട്ട് പീരീഡ്, WE ഈ പീരീഡൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഇത് സ്കൂളിൽ വെച്ച് ചെയ്തതാണ്. എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡീറ്റെയിലിംഗ് കൂടിപ്പോയെന്നൊരു ഡൗട്ടില്ല അതില്ല. ഇതാണ് എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പേജ്. അപ്പോൾ എന്തായാലും നല്ല ഈസ്തറ്റിക്കായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് പേജ് ഞാൻ സ്കൂളിലിരുന്നാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാരിയുടെ വാഷി ടപ്പൊക്കെ വാങ്ങി ചെയ്തതാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്ത ജേണൽ ഡയറിയുടെ ഫ്ലിപ്പ് ത്രൂ ഉടനെ തന്നെ വരുന്നതായിരിക്കും. കാരണം അത് തുടങ്ങി ഒരു കാൽഭാഗം ആയിട്ടുണ്ടായിരുന്നു, 1/4 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ സാധനമൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഡീറ്റെയിലിങ്ങിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഡയറിക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പറ്റിയ വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പിന്നീടാണ്. എന്തായാലും ദിസ് ഈസ് സിയാഷ സൈനിങ് ഔട്ട്. എന്തായാലും ബൈ ബൈ.